നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റ് തവേര നിയോ 3 LS വേരിയൻറ്റിൽ വരുന്ന ഫ്യൂസ് ബോക്സിൻ്റെ ഡയഗ്രമാണ്. LS വേരിയൻ്റ് എന്ന് എടുത്തു പറയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഷവർലെറ്റിൻ്റെ തവേര വാഹനത്തിന് LS ഉണ്ട്, LT ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, മാക്സി ഉണ്ട്. അപ്പോൾ അങ്ങനെ പല വേരിയൻറ്റ് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ വേരിയൻറ്റ് വാഹനത്തിനും ഫ്യൂസ് ബോക്സിൻ്റെ ഈ ഉള്ളുവശം നോക്കിയാൽ അറിയാൻ പറ്റും. ഫ്യൂസിൻ്റെ എണ്ണത്തിലും റിലേയുടെ എണ്ണത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൂടാതെ ഈ വീഡിയോ പ്രധാനമായും ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് പല വാഹനങ്ങളിലും, അതായത് തവേര ആയിക്കോട്ടെ മറ്റേത് കമ്പനി വാഹനങ്ങളും ആയിക്കോട്ടെ, ഫ്യൂസ് ബോക്സിൻ്റെ ഉള്ളിൽ റിലേ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ശരിക്കും ആ റിലേയുടെ പാർട്സ് നമ്പർ നോക്കാതെ ഡ്യൂപ്ലിക്കേറ്റ് റിലേ വാങ്ങിച്ചിടാറുണ്ട് പലരും. അങ്ങനെ ഇടുന്ന സമയത്ത് പല രീതിയിലുള്ള ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ എപ്പോഴും നമ്മൾ റിലേ വാങ്ങിക്കുന്ന സമയത്ത് ഏത് കമ്പനി വാഹനമാണോ ആ കമ്പനിയുടെ ബാഡ്ജിങ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഷവർലെറ്റ് തവേരയാണ്. അപ്പോൾ ഷവർലെറ്റ് തവേര GM മോട്ടോഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ GM മോട്ടോഴ്സിൻ്റെ ബാഡ്ജിങ് തവേരയുടെ ഏത് പാർട്സ് എടുത്താലും കാണും. അല്ലെങ്കിൽ ചില പഴയ വാഹനങ്ങൾക്ക് ഇസൂസുവിൻ്റെ ബാഡ്ജിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ GM മോട്ടോഴ്സിൻ്റെ ബാഡ്ജിങ് എന്തായാലും വാങ്ങുന്ന ഏത് പാർട്സ് ആണെങ്കിലും GM മോട്ടോഴ്സിൻ്റെ ബാഡ്ജിങ് ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകൾ, അതായത് റിലേ ആണെങ്കിലും മറ്റ് ഇലക്ട്രിക്കൽ പാർട്സുകളാണെങ്കിലും വാങ്ങിച്ച് ഇടുവാനായിട്ട് ശ്രദ്ധിക്കരുത്. ചില മെക്കാനിക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ റിലേ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഔട്ടർ ലൈൻ എടുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് കൊടുക്കാറുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒറിജിനൽ റിലേ വാങ്ങിച്ച് വയ്ക്കുന്ന ആ ഒരു പെർഫോമൻസ് ചിലപ്പം അങ്ങനെയുള്ള റിലേക്ക് കിട്ടണമെന്നില്ല. ഇതിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കേണ്ടത്, എപ്പോഴും റിലേ വാങ്ങിച്ച് വയ്ക്കുന്ന സമയത്ത് ഞാൻ പാർട്സ് നമ്പർ കാണിച്ചു തരാം. ഇതുപോലെ വ്യക്തമായിട്ട് നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പർ നോക്കണം. അതുപോലെ തന്നെ ഇത് റിലേയുടെ നമ്പറാണ്. അപ്പോൾ ആ റിലേയുടെ നമ്പർ എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പഴയ റിലേ, നിങ്ങളുടെ വാഹനത്തിൻ്റെ റിലേയുടെ നമ്പർ ഇത് തന്നെയാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഇതുപോലെ ഡയഗ്രാമൊക്കെ ഉണ്ടായിരിക്കും. ആ ഡയഗ്രാമും എല്ലാം കറക്റ്റ് തന്നെ നോക്കണം. അതുപോലെ ഈ കാണുന്ന ഫ്യൂസിൻ്റെ സർക്യൂട്ട് നോക്കണം. ആംബിയർ എത്രയാണ്, എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നൊക്കെ നോക്കിക്കൊള്ളണം. ഈ കാണുന്നത് എല്ലാം ഡീഫോഗറിൻ്റെ ഉണ്ട്, പിന്നെ ഹോണിൻ്റെ ഉണ്ട്, ഹസാർഡിൻ്റെ ഉണ്ട്, പിന്നെ മറ്റ് ലൈനുകളുടെ എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് LS വേരിയൻ്റ് ആയതുകൊണ്ട് ഫ്യൂസിൻ്റെ എണ്ണം കുറവാണ്, റിലേയുടെ എണ്ണം കുറവാണ്. LT വേരിയൻ്റ് വരുമ്പോൾ ഈ കാണുന്നത് പോലെ എല്ലാ ഫ്യൂസും റിലേയൊക്കെ കൂടുതലായിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. ഓക്കെ.